റഷ ഒരു സൈഡ് മീനെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചിന്. ഇതാ മസാല ഉച്ചക്ക് കുറഞ്ഞോട്ട് പോകുന്നില്ല. പാക്കിങ് ആക്കുന്നത് ഇന്ന് കത്തോ അടുപ്പ്. അങ്ങനെ അടുപ്പ് റെഡിയായി. അതെന്ത് കത്തിന് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ, ഈ കാണുന്ന മീനിനൊക്കെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചെമ്പല്ലിയുണ്ട്, ചെമ്മീനുണ്ട്, കൊഞ്ച്, അതേപോലെ കരിമീനുണ്ട്. എന്താ ഇതിനൊക്കെ ഫ്രൈ ചെയ്യുന്നത്. ഇതെല്ലാം ചെറുത്, എന്നാലും നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലീൻ ചെയ്തിട്ടായിട്ട് കാണാം. റഷ ഒരു സൈഡ് മീനെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചിന്. ഇതാ മീന്, ചെമ്മീനുണ്ട്. മസാല ഉച്ചക്ക് കുറഞ്ഞോട്ട് പോകുന്നില്ല. ലത്തീഫിൻ്റെ സ്പെഷ്യൽ മസാല. ഇതാണ് മല്ലിപ്പൊടി. നല്ല മണം ഉണ്ടാവും. മസാല ഉപ്പ് തെഞ്ഞിനാ ഇരുള്ളത് കറച്ച് പോടുവാനാ ആ തൊളൻ്റെ ഉള്ളത് ഉപ്പല്ല തെഞ്ഞിനാ. ഇത് അകർച്ചകളുണ്ട്. ചെറുത് മീനിട്ടല്ല ആരും കണ്ടത് ഈ പിഴിഞ്ഞല്ലോ. കൊറേ ഇതാണ്ടാ വിത്ത് വിത്തെല്ലാം കഴിക്കും. പകുതി മസാല എൻ്റെ കയ്യിൽ പോയി. കൈ മുറിച്ചിട്ട് അതന്നെ പൊരിച്ചെങ്കിലേ ഇല്ലേ. പാക്കിങ് ആക്കുന്നത് തക്കാളിയെല്ലാം ഉള്ളിലേക്ക് തള്ളണാനി. ബായൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ നേരത്തെ കാണിക്കേ. അങ്ങനെ അടുപ്പെല്ലാം ഇട്ട് ഗ്യാസും ഇതും കൊണ്ടുവരുന്ന ഇന്ന് കത്തോ അടുപ്പ്. അങ്ങനെ അടുപ്പ് റെഡിയായി. ചട്ടി ഉക്കുമല്ല, ഗ്യാസിലേക്ക് നേട്ടിയല്ലേ. അതിന് കൈ കത്തു കേട്ടോ. അഞ്ച് പിടിക്കുന്നു, പിന്നെ എന്താക്കണല്ലേ. ആ എണ്ണൻ്റെ തൊട്ടടുത്ത്
കത്തി അതെന്ത് കത്തിനെ കള്ള മോക്ക് തോന്നുന്നു മസാല കുറച്ച് ജാസ്തി ഇട്ട ഒരു അപ്പുറത്തൊക്കെ ഇതിൻ്റെ മുകളിൽ ഇടാം. അങ്ങനെ മീനെല്ലാം ഫ്രൈ ആക്കിയിട്ടായി. ഞാനാണ് കുബൂസ് വിടുന്നത്. ഇപ്പൊ കുബൂസ് ഫ്രൈ ആക്കുന്നത് തുറക്കുന്നുണ്ട്. പഠിച്ചെന്നെ കൊടുത്തു. അല്ല പറയുമ്പോൾ ഇതെന്തിനാ എനക്കെന്തിന് അത് ഇവിടെ ജാഫർ ഇല്ലല്ലോ, ഇതെങ്ങനെ? ഞാൻ ഈനെ ഞാൻ തേടുന്നീനെ ഞാൻ അതിനെ പിടിച്ചിട്ടേ മീൻ്റെ മുള്ള് എല്ലാരും നിർത്തിയതാ. ചെങ്ങായി ഇപ്പോഴും അതിൻ്റെ മുള്ളടുക്കം തിന്നുന്നുണ്ട്. കളയാൻ കാലം അപ്പോൾ ഓക്കെ, എല്ലാവരോടും ഗുഡ് നൈറ്റ്.